ബൈക്ക് മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ ഇൻസ്റ്റഗ്രാം റീൽസ് താരത്തിന് ദാരുണാന്ത്യം. വഴിക്കടവ് ആലപ്പുഴയിൽ സ്വദേശി ജുനീദാണ് മരിച്ചത്. മഞ്ചേരി തൃക്കലോടവ് വെച്ചാണ് അപകടം. റോഡരികിലെ മൺകൂനിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജംഷീറുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്? ഈ അപകടത്തെപ്പറ്റി പോലീസ് എന്താണ് പറയുന്നത്? അജി, ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 6:20 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബ്ലോഗറും ഇൻസ്റ്റഗ്രാം താരവുമായ ജുനൈദ് സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ജുനൈദ് ഈ വഴിക്കടവ് ഭാഗത്ത് നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് വരുന്നതിനിടെ തൃക്കലങ്ങോട് മരത്താണിയിൽ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു. വൈകുന്നേര സമയമായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ചില ബസ് തൊഴിലാളികളാണ് ആദ്യം ജുനൈദിനെ കണ്ടത്. ഈ തലയുടെ പിൻഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ട്. തല ഇടിച്ചാണ് വീണതെന്നാണ് കരുതുന്നത്. ഇതാണ് മരണകാരണമെന്നാണ് കരുതുന്നത്. എന്നാൽ പ്രാഥമികമായിട്ടുള്ള വിവരമാണിത്. മറ്റു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റു നടപടികൾ കഴിഞ്ഞതിന് ശേഷമേ മരണകാരണം എന്താണ് വ്യക്തമാവുകയുള്ളൂ. പ്രാഥമികമായി ഈ തലയിടിച്ച് വീണതാകാമെന്നാണ് കരുതുന്നത്. ഉടൻ തന്നെ ഈ ബസ് തൊഴിലാളികളുടെ മറ്റൊരു നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഉള്ളത്. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പൂവത്തുംപൊയിൽ വലിയ ജുമാഅത്ത് മസ്ജിദിലായിരിക്കും ഖബറടക്കം നടക്കുക. ഒപ്പം തന്നെ ജംഷീർ, നമുക്കറിയാം ഈ റീൽസ് താരം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ഏതു തരത്തിലുള്ള അന്വേഷണമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക? ഏതെങ്കിലും ദുരൂഹതകൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? മറ്റു വിശദാംശം അജി, നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ ദുരൂഹതയില്ല എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ വിവരം. അപകട മരണം തന്നെ ആണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും വിവരങ്ങൾ ലഭ്യമാകുക. നിലവിൽ ഇപ്പോൾ ഇതൊരു അപകട മരണമാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്.